ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സുമായിട്ടാണ് കേട്ടോ. ഈവനിങ്ങൊക്കെ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ഇതിനാകെ ഒരു ഉരുളക്കിഴങ്ങും ഒരു കോഴിമുട്ടയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ആദ്യം തൊലി പൊളിച്ചെടുക്കാം കേട്ടോ. തൊലി പൊളിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഇതായി കിട്ടില്ല, അങ്ങനെ കിട്ടണം കേട്ടോ. അങ്ങനെ കിട്ടിയാൽ അത് എടുത്തിട്ട് കണ്ടില്ല നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. കോഴിമുട്ട പൊട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇതിടാനുള്ള റെസിപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ തിളച്ചിട്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാം, ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊക്കുവടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ഇങ്ങനെ സ്പൂണിൽ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈവനിങ്ങിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വേവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ, കാരണം ഉരുളക്കിഴങ്ങാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് ഒരു മീഡിയം, ഒരു ഹൈൻ്റെ ഒക്കെ ആ ഒരു രീതിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, കരിഞ്ഞു പോവാതെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ടു മൈ ചാനൽ. ബൈ.